ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. വേനൽ ചൂടിന്റെ കാഠിന്യത്താൽ പൊതുവെ ബലഹീനമായി തീരുന്ന ശരീരത്തിൽ വർഷ ഋതു പ്രകൃതിയിലും ശരീരത്തിലും കൊണ്ടുവരുന്ന വ്യതിയാനങ്ങൾ കൂടിയാകുമ്പോൾ രോഗങ്ങൾ എളുപ്പം വന്നേക്കാം എന്നുള്ളതാണ് ഈ കാലത്തിന്റെ പ്രത്യേകത. ഇതിനെ ജീവിതശൈലിയിൽ വരുത്തുന്ന ആരോഗ്യപരമായ മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് മറികടക്കാവുന്നതാണ്. ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതും രോഗപ്രതിരോധ ശേഷി പ്രദാനം ചെയ്യുന്നതുമായ ഈ ഒരു ഔഷധക്കൂട്ടിനെ നമുക്ക് ഔഷധ കഞ്ഞിയെന്നോ കർക്കിടക കഞ്ഞിയെന്നോ ഒക്കെ വിളിക്കാം. പാകം ചെയ്യൽ പലതരത്തിലാകാം. ഒരു രീതി ഇവിടെ കാണിക്കുന്നു. ഞവരയേറിയ ഒരു ഗ്ലാസ്, അതിന്റെ പകുതി ചെറുപയർ, അതിന്റെയും പകുതി ഉലുവ. അതായത് 1 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് ചെറുപയറും 1/4 ഗ്ലാസ് ഉലുവയും കൂടെ 1 സ്പൂൺ ആശാളിയും നന്നായി കഴുകി അരിച്ച് മൺകലത്തിൽ നിറയെ വെള്ളമൊഴിച്ച് അടുപ്പത്തേക്ക്. ഞവരേരിക്ക് നല്ല വേവുണ്ടെന്ന് ഓർക്കണം. അവിടെ കിടന്ന് തിളക്കട്ടെ. ഇനി ഔഷധക്കൂട്ടിനായി ദശപുഷ്പങ്ങളിൽ ലഭ്യമായവ സമൂലമെടുക്കാം. പിന്നെ കുറുന്തോട്ടി വേര്, പുത്തരിച്ചുണ്ടവേര്, ശതാവരിക്കിഴങ്ങ്, ചങ്ങലം വരണ്ട, ചിറ്റമൃത് എല്ലാം ചെറിയ ഓരോ കഷ്ണം വീതമെടുത്ത് നന്നായി പലവട്ടം കഴുകിയെടുക്കണം. കൊത്തിയരിഞ്ഞ് ചതച്ചെടുത്ത് വൃത്തിയുള്ളൊരു വെള്ള തുണിയിൽ കിഴികെട്ടി തിളച്ചു മറിയുന്ന മൺകലത്തിലിട്ടു. വിറക് വെച്ചു. മരുന്നുകളുടെ എല്ലാം സത്ത് കഞ്ഞിയിലേക്ക് ഊർന്നിറങ്ങാനുള്ള സമയം കൊടുക്കണം. നന്നായി വെന്തു കഴിഞ്ഞാൽ കിഴി പിഴിഞ്ഞ് എടുത്തു മാറ്റി 1 മുറി തേങ്ങ പിഴിഞ്ഞെടുത്ത പാലും ഒരു സ്പൂൺ നല്ല ജീരകം വറുത്തു പൊടിച്ചോ അല്ലാതെയോ ചേർക്കാം. 4 പേർക്കുള്ള ഒരു നേരത്തെ ആഹാരം റെഡി. ആഹാരം തന്നെയാണ് ഔഷധം. സ്വാദിഷ്ടമാണ്, ഊർജദായകവുമാണ്.